വ്ളോഗിലോക്കിട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിങ്ങനെ വെറുതെ കിടന്നുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ യൂട്യൂബിൽ ഞാൻ ഒരു ലൈവൊക്കെ പോയി കുറച്ച് എനർജി ഒക്കെ ആയി കേട്ടോ. അപ്പോൾ അമ്മ എൻ്റെ ഫ്രണ്ടിൽ വരുന്നത് ചോറ് മാക്കം അടിക്കുന്നു. അപ്പോൾ ഞാൻ ആദ്യം ചോറ് വേണ്ട, രാവിലെ പഴങ്കഞ്ഞി മൂക്കുമുട്ടയല്ല വയറുമുട്ട തിന്നിട്ടിരിക്കുകയായിരുന്നു. പക്ഷേ എനിക്ക് കൂർക്ക ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പണ്ട് ഇഷ്ടമല്ലായിരുന്നു, അതിൻ്റെ ചുവ എന്തോ ഒരു എനിക്കങ്ങോട്ട് പിടിക്കത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് കൂർക്ക ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ ഇനി അമ്മയുടെ കൂടെ ഇരുന്ന് കൂർക്ക മെഴുക്കത്തിയും കൂട്ടി വാരി തരാൻ പറഞ്ഞു. നല്ല പ്രായത്തിൽ വാരി തന്നിട്ടില്ല, കിളവിയായിട്ടെങ്കിലും വാരി തരട്ടെ അല്ലേ അമ്മ? ഞാൻ ഈ കൂർക്ക വെച്ച് തന്നാൽ എത്ര നേരം വേണ്ടായിരുന്നു. പക്ഷെ കൂർക്ക ഉണ്ടാവാ. അയ്യേ ഉപ്പില്ല, എനിക്കൊന്നും വേണ്ട. നീ ഉപ്പിട്ട് ചോറുണ്ടോ? എനിക്കില്ല, ഉപ്പില്ല, മനഃപൂർവ്വം ഇല്ല. കൂർക്കയ്ക്കും മാങ്ങയ്ക്കും ഉപ്പുണ്ട്, തൈര് ഒഴിച്ച ചോറിനില്ല. അയ്യോ, തൈര് ഒഴിച്ച ചോറിന് ഉപ്പില്ല. പിന്നെ തുറ്റു പറയുന്നില്ല, കാരണം പ്രഷറുണ്ട്. പ്രഷർ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ മരുന്നൊന്നും കഴിക്കുന്നില്ല, ആഹാരം കൺട്രോൾ ചെയ്ത് പോകുന്നു. അതുകൊണ്ട് ഉപ്പില്ലാതെ എനിക്ക് വേണ്ട. ഉപ്പില്ലാതെ കഴിക്കുന്നത് നമുക്ക് സെറ്റ് ആവത്തില്ല. അതുകൊണ്ട് ഞാൻ രാജിവെച്ചു, എനിക്ക് വേണ്ട. എന്റെ കുഞ്ഞു വരും, അവൻ ഞാൻ കഴിക്കുന്ന ആഹാരങ്ങളെല്ലാം നല്ല ഇഷ്ടത്തോടെ നിങ്ങൾ കുറച്ച് കളർ ബാക്കി വന്നത് ഞാൻ തലയുടെ അറ്റത്തെല്ലാം തേച്ച് വെച്ച് കൊടുത്തത് പിന്നെ കാണിക്കാം. ഞാൻ വേഗം പോയി വീഡിയോ എന്തുവാ മുട്ടയും വാങ്ങിച്ചോണ്ട് വന്നേക്കുവാ സ്കൂളിൽ നിന്ന്. അതെ, ഒരുങ്ങ്, നമുക്കൊന്ന് പുറത്ത് പോയിട്ട് വരാം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം രാജിയും പോയി ഒരുങ്ങ്, ഞാനും പോയി റെഡിയാവാം. കൊച്ചിന് ചായ കൊടുത്ത് നശിപ്പിക്കുമോ എൻ്റെ കൊച്ചിനെ? ഞാൻ ചായ പോലും കൊടുക്കത്തില്ലായിരുന്നു. അവിടെ കുടിക്കുന്ന നോക്ക്, മധുരം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ മാക്കം അവൻ കുടിക്കുന്നത്. അപ്പു യൂണിഫോമിലാണോ വരുന്നത് അതോ ഡ്രസ്സ് മാറിയിട്ട് വരുന്നോ? ആ, നമുക്ക് കൊട്ടിയത്തോട്ട് പോവാം. യൂണിഫോമിൽ പോയാ മതിയോ? പോയി ഡ്രസ്സ് മാറിയിട്ട് വാ. നമുക്ക് കടയിലൊക്കെ പോയി ഒന്ന് ഇങ്ങനെ, എടാ നമുക്ക് കടയിലൊക്കെ ഇങ്ങനെ ഓരോ ഇങ്ങനെ. അയ്യടാ, സ്പൈഡർമാന്റെ ഡ്രസ്സ് ഇട്ടോണ്ട് നീ കൊട്ടിയത്ത് പോകാനാന്നോ സ്പൈഡർമാന്റെ ഡ്രസ്സ് ചോദിക്കുന്നേ? അമ്മ അത് ഇന്നലെ രാത്രി മാത്രം ഇട്ടതേ ഉള്ളായിരുന്നു. അത് അമ്മ എന്തിനാ? ഇല്ല, ആ പോട്ടെ അപ്പോഴത്തേനും ഉണങ്ങും. കരയണ്ട, പോട്ടെ. അമ്മയുടെ പൊന്ന് കരയല്ലേ. നമുക്ക് രാജിയെ ഇരുട്ട് മുറിയിലിട്ട് പൂട്ടാം. അപ്പു കുട്ടാ, അപ്പു വാവേ, നമുക്ക് രാജിയെ ഇരുട്ട് മുറിയിലിട്ട് പൂട്ടണേ കേട്ടോ. ബാ, നമുക്ക് പോവാം. നമുക്ക് ഒരുങ്ങി പോയിട്ട് വരാം. ഓക്കെ ഓക്കെ ഓക്കെ. അടങ്ങടാ, കരയാതട കൺമണി. പിന്നെ എടാ നനയ്ക്കാൻ ഇട്ടൊന്നുമില്ല. നീ വാ, നീ ഒരുങ്ങിയിട്ട് വാ, ഞാൻ പോയിട്ട് വന്നിട്ട് പറയാം. വാ, എന്ത് പറഞ്ഞാലും കരയാനായിട്ടിരിക്കും. ആ കൊച്ചിനെ എരികേറ്റാനായിട്ട് അമ്മേ മൈൻഡ് ചെയ്യണ്ട. ബാ പോമ്മേ, പോയി ഒരുങ്ങി. അപ്പൊ നമ്മൾ ഒരുങ്ങി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അമ്മ തന്റെ വാതില് പൂട്ടുന്നു. അമ്മയുടെ മുടി കണ്ട, ഞാൻ വെട്ടിയതിന് കുറെ കമന്റ് വന്ന് വെട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇത് വളർന്നോളും കേട്ടോ, അതൊന്നും കുഴപ്പമില്ല. അപ്പൊ നമ്മള് തരാം. അപ്പൊ നമ്മൾ ഇറങ്ങാണ്. ഞാൻ ഈ ബാഗ് എടുക്കണ്ട, ഈ ബാഗ് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മയുടെ കുഞ്ഞു ബാഗ് എടുത്തും പൊക്കിക്കൊണ്ട് വരുവാ. ഒരാന്ന് പറ, അവിടെ പോയി. ആരെയാടാ നീ പാത്തു നോക്കുന്നേ? ടി വി ആണോ വന്ന്? വണ്ടിയുടെ താക്കോലൊന്നും എടുത്താടാ. അതിലൊന്നുമില്ല. അമ്മ വച്ചാ മതി. ഷീജാൻറ്റിയുടെ വർക്കിംഗ് ഡ്രസ് കാണിക്കുന്നില്ല. അപ്പൊ കേറ്, ബാക്കി കേറിക്കോ, ഫ്രണ്ട് ഇരിക്കാൻ ഒക്കത്തില്ല, പറ്റത്തില്ല.
അവസാനം നമ്മൾ ഇവിടെ എത്തി കേട്ടോ. വഴി മൊത്തവും വഴക്കായിരുന്നു. അമ്മയ്ക്ക് അടുത്തൂടെ ഏതെങ്കിലും ഒരു അമ്മ പറയുക ജംഗ്ഷനിലെത്തിയിട്ട് ഞാൻ അവിടുന്ന് നടന്നു വരാന്ന്. ഇപ്പൊ എന്നെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക. അവിടുന്ന് നടന്നു വരാന്ന്. വണ്ടി അടുത്തൂടങ്ങാനും പോകുമ്പോഴത്തേനും അയ്യോ എന്ന് പറഞ്ഞ് നമ്മളെ മുറുക്കി പിടിക്കുക. കടുപ്പം തന്നെ. അതെ അതെ അതെ. ഹെൽമെറ്റും കാര്യങ്ങളും എല്ലാം. അപ്പൊ നമ്മള് ഹെൽമെറ്റും കാര്യങ്ങളും എല്ലാം ഇട്ടിട്ട് നമ്മള് കടയിലോട്ട് കയറാൻ പോവാ കേട്ടോ. ഇന്ന് അമ്മക്കുട്ടിയാണ് അപ്പക്കുട്ടിന് ചെലവ് ചെയ്യുമെന്ന് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്ക് നേരെ കടയിലോട്ട് കയറാം. അമ്മയ്ക്ക് വടാപ്പാവ് കിട്ടി. അത് രണ്ടും അങ്ങ് എടുത്തോ. മോനെ ഇത് രണ്ടും അങ്ങ് എടുത്ത് വെച്ചേക്കണേ. സന്തോഷം എങ്ങോട്ട് നോക്കി. ചെരുപ്പ് ഒരു സൈഡിലെങ്ങാനും ഊരി ഇട്ടിട്ട് ഓടി കളിച്ചോ. എന്നിട്ട് പോകാൻ നേരത്തെ എടുത്താൽ മതി. ഇവിടെ ഊരിയിട്ടോ. ആ സൈഡിലോട്ട് ഊരിയിട്. ആ പിന്നെ നിന്റെ ചെരുപ്പ് എല്ലാരും എടുത്തോണ്ട് പോവും. അയ്യോ ഭയങ്കര ഭംഗിയല്ലേ. പോ. ആരും എടുക്കത്തില്ല. പൂ എന്തോന്ന് വെച്ചാ പോയി എടുക്കും. അവനെടുക്കട്ടെ. എന്തോ ഇല്ല ഇല്ല എടുത്തില്ല. ആ ഒരെണ്ണം എടുത്തു. നീ എടുത്തോ. നിനക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ നീ എടുത്തോ. ഓക്കെ. ചെറിയ പാക്കറ്റ് ഉണ്ട്. ചെറിയ പാക്കറ്റ് എടുക്കും. ആ എന്നാ അതെടുത്തോ. ഷെയർ ചെയ്ത് കഴിക്കണേ. ബോബി ചേട്ടനും ഒക്കെ ആയിട്ട് ഷെയർ ചെയ്ത് കഴിച്ചാൽ മതി. ഏതാ അവനോട് തന്നെ എടുത്തോളാൻ പറ. അപ്പൊ നിനക്ക് എന്താ വേണ്ടേ? അപ്പൊ നിനക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ പോയി എടുക്കണം. പോയി എടുക്കേ. തിരിച്ചിറങ്ങണം. ഇപ്പൊ എടുക്കാൻ പറ്റത്തില്ല. അലിഞ്ഞു പോവും. ആ അത് നമുക്ക് എടുക്കാം. അപ്പു ഇപ്പൊ അപ്പുവിന്റെ എടുക്കും. അപ്പൊ ഇങ്ങോട്ട് നോക്കിക്കേ. ഐസ്ക്രീം ഇപ്പൊ എടുത്താൽ അത് അലിയാൻ തുടങ്ങും. നമുക്ക് ഇറങ്ങാറാവുമ്പോ എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് എടുക്കാം കേട്ടോ. അതെ അതെ. ആ താഴെ താഴെ. നടക്ക്. ഇത് അപ്പൂന് ഇഷ്ടപ്പെടുന്നതല്ല. അപ്പു പണ്ട് വാങ്ങിച്ചിട്ട് കഴിച്ച് കൊള്ളൂലെന്ന് പറഞ്ഞു. നിക്കുന്നോ? പിടിച്ചോണ്ട് പോത്തില്ല. അവോക്കാഡോ. സ്ട്രോബെറി ഇല്ല അപ്പുക്കുട്ടാ. മോൻ കഴിക്കത്തില്ല. ഡ്രാഗൺ ഫ്രൂട്ട് മോൻ കഴിക്കത്തില്ല. എനിക്ക് തോന്നുന്നു അത് വൈറ്റ് ആണോ? വൈറ്റാ. അപ്പൂന് ഇഷ്ടമല്ല. മധുരമൊന്നും ഇല്ല. പിങ്കിന് മധുരമൊന്നും ഇല്ല. അത് പിങ്ക് കളർ മാത്രമേ ഉള്ളൂ. എനിക്ക് മുട്ട വേണ്ട. ആ കുഞ്ഞു കുഞ്ഞു മുട്ട എടുത്തോ. കുഞ്ഞു കുഞ്ഞു മുട്ട. കുഞ്ഞു കുഞ്ഞു മുട്ട എടുത്തു. ഇനി എന്തെങ്കിലും വേണോ? ഇത് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതെടുക്കാം. മതിയോ? ഇവിടെ ഇത്തവണ വലിയ സ്പൂൺ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അമ്മ അതാ എടുത്ത് കാണിക്കുന്നത്. വേണമെങ്കിൽ എടുക്കാം. 152 രൂപയായിരുന്നു കേട്ടോ വില. ഞാൻ എടുത്തില്ല, വെറുതെ നോക്കി. 5 എണ്ണത്തിന് 152 രൂപ. അല്ല വലിയ സ്പൂണില്ലേ നമ്മൾ കറിക്ക് ഇങ്ങനെ മസാലയൊക്കെ ഇടാൻ ഉപയോഗിക്കാം. അടിപൊളിയായിരുന്നു. 199 രൂപ. പുതിയ ടൈപ്പിലെ കണ്ട. ഞാൻ എടുക്കുന്നില്ല.
എനിക്ക് എവിടെ ചെന്നാലും കത്തി ഒരു വീക്ക്നെസ് ആണ്. മോനെ വീട്ടിൽ കൈ മുറിയും. 120 നല്ല കത്തിയാണോ അമ്മ? നല്ല വെയിറ്റ് ഉണ്ടോ? പിടിച്ചു നോക്കി. അയ്യോ ഇഷ്ടം പോലെ കത്തി തുണി നനയ്ക്കണ വാഷിംഗ് പൗഡർ. എന്തിനു മോനെ ഇനി വന്നേ? ഇപ്പൊ അതറിയണ്ടോ? അത് ഇങ്ങനെ നമ്മൾ പത്തി ഇങ്ങനെ കടിക്കത്തില്ലേ അതേപോലെ ഈ സാധനം. ഓക്കെ ഓക്കെ ഓക്കെ. അയ്യോ ജിമ്മിക്ക് കൊടുക്കണ്ട. വേണ്ട വേണ്ട, അങ്ങനൊന്നും കൊടുത്തുകൂടാ. അതിനൊന്നാതെ വയറിന് വയ്യായിരുന്നു. അതുകൊണ്ട് നമുക്ക് പിന്നെ ചോദിച്ചിട്ട് വാങ്ങാം. മുട്ടൻ പട്ടിക്ക് വഴി പോകുന്ന പട്ടിക്കല്ലേ ഉദ്ദേശിക്കുന്നേ? പിന്നെ അത് നമുക്ക് വാങ്ങിക്കുമ്പോ വാങ്ങിച്ചു കൊടുക്കാം. മക്കള് വാ. ബൗബോ കളിക്കുന്നല്ലേ? നിനക്ക് ബൗബോ ഉണ്ടോ? ജിമ്മി ജോബ് അപ്പൊ കുട്ടാ വാങ്ങാത്തതിന് കാരണമുണ്ട്. മോൻ ഇത് 2-3 തവണ അമ്മ വാങ്ങി തന്നു. അപ്പക്കുട്ടൻ ഇത് നിലത്തൊക്കെ ടൈലിലൊക്കെ ഇട്ട് നശിപ്പിച്ചു. ഞാൻ വീഡിയോ വീട്ടിൽ ചെല്ലുമ്പോ കാണിച്ചു തരാം. അതുകൊണ്ട് ഇത് വാങ്ങത്തില്ല, തിരിച്ചു വെച്ചേരെ. ഓക്കെ നോക്കിക്കോട്ടെ, അവൻ എടുക്കത്തില്ല, അത്രേ ഉള്ളൂ. ക്ലേ ആയിരിക്കും. വച്ചിട്ട് വാ. വേണ്ട വേണ്ട, തുറക്കരുത്. മോനതവിടെ വച്ചിട്ട് വാ. പച്ചേരാ കേട്ടോ. ഇതിലുണ്ടോ ഓറഞ്ച്? ഇത് ഇട്ടോ. അതങ്ങ് തിരിച്ചു വെക്ക്. അതങ്ങ് തിരിച്ചു വെക്ക്. അതാ പാക്കറ്റ് എടുത്തോ. ഓക്കെ ബീഫ് 399 വരും. 1/2 കിലോയ്ക്കാണോ 1 കിലോയ്ക്കാണോ എന്ന് ചോദിക്കാൻ പോകും. എഴുതിയിട്ടുണ്ട്. എന്തായാലും ചോദിക്കാൻ പോയി. ഇത് ഓഫറുള്ള ടൈമിലാണോ ഇപ്പോഴും അവൈലബിൾ ആണെങ്കിൽ നമുക്ക് ബീഫ് വാങ്ങാം. ബീഫ് കേജിക്കാണോ അതോ അപ്പൊ ഈ എരുമയാണോ എല്ലാരും പൊക്ക് നടക്കപ്പോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ സെൽഫി ഒക്കെ എടുത്ത് കുറച്ച് നേരം വീട്ടുവിശേഷങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ. വീട്ടുവിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാ വീട്, എന്തിലാ പഠിക്കുന്നതെന്നൊക്കെയായിരുന്നു. അങ്ങനെ പല ഐസ്ക്രീമും ഇരിക്കും. തന്നെ അതിന്റെ വില നോക്കട്ടെ, ചെറുതുണ്ടോ നോക്കട്ടെ. അങ്ങനെ അവിടെ നടന്നുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഫേവറേറ്റ് ഗ്രേപ്പ് ജ്യൂസ് ഇരിക്കുന്നു കേട്ടോ. അങ്ങനെ അതും എടുത്തു ഒരു കുപ്പി. എന്നിട്ട് അമ്മയ്ക്കും കുടിച്ച് നോക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. കാരണം അമ്മ ഇതുവരെ കുടിച്ച് നോക്കിയിട്ടില്ല. അമ്മയ്ക്ക് ഇത് കുടിച്ചിട്ട് ഇഷ്ടമായോ ഇല്ലയോ എന്ന് ഞാൻ ലാസ്റ്റ് പറയാം. അത് ഒരു തവണ വാങ്ങി തന്നെയാണോ? അതിൻ്റെ ടേസ്റ്റ് എന്തുവാന്ന് അപ്പുക്കുട്ടന് അറിയാവോ? അറിയാം. അത് മതി. ബാ നടക്ക്. അറിയത്തില്ലെന്നോ? ഇതോ? ഇതല്ലേ ഉദ്ദേശിച്ച വലുത്? കോലുമുട്ടായി ചെറുതോ? എന്തോ വാങ്ങി തരത്തില്ല. ഇപ്പൊ ആവശ്യത്തിന് അപ്പക്കുട്ടന് എടുത്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും എടുക്കണമെങ്കിൽ ഞാൻ അതിൽ നിന്ന് എന്തെങ്കിലും. അത് വാങ്ങത്തില്ല. ബില്ലടിക്കാൻ നിന്നോ? എന്റെ പൈസ ഇല്ല അപ്പക്കുട്ട. നീ വരുന്നോ? ബില്ലടിക്കാൻ വരുന്നോ? ഇതിന്റെ ചെറുതാ, മറ്റേത് ഇതിന്റെ ചെറുത്, അതിന്റെ വലുത്, ഇതിന്റെ ചെറുത്. കൊണ്ടുവച്ചേരാ അവിടെ. അതെ, കൊണ്ട് സൂക്ഷിച്ചു വെച്ചേരെ.
നീ സിമ്പിൾ ഡോണറ്റ്സ് 2 എടുക്കണേ. രണ്ടും 2ആയിട്ട് പാക്ക് ചെയ്യണേ. ഈ സാധനം ഇല്ലാത്ത സാധാ ഡോണറ്റ്സ് ക്രീം അല്ല അങ്ങനത്തെ ഒരു പ്ലീസ് പ്ലീസ് മതിയടാ, വാങ്ങിക്കോ, വാങ്ങിച്ചോ. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എടുക്കാൻ. ഇല്ല, അത് വാങ്ങൂല. എൻ്റെ അമ്മയ്ക്ക് ബ്രെഡ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതും സുപ്രീമിലെ ബ്രെഡ് അടിപൊളി ടേസ്റ്റാണ്. ഞാൻ പണ്ട് കടമനാട് ഇടയ്ക്കാടൊക്കെ ഉള്ളപ്പോൾ അവിടുത്തെ ബ്രെഡ് എന്ന് പറയുന്നത് ഇവിടുത്തെ ബ്രെഡുമായിട്ട് താരതമ്യപ്പെടുത്താനേ പറ്റത്തില്ല. യഥാർത്ഥത്തിൽ അതാണ് ബ്രെഡെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നത്. ഞാൻ കൊല്ലത്ത് വന്നപ്പോഴാണ് ഇതാണ് ബ്രെഡെന്ന് എനിക്ക് മനസ്സിലായത്. അങ്ങനെ ഒരു പാക്കറ്റ് ബ്രെഡൊക്കെ എടുത്തിട്ട് അമ്മയോട് ബില്ലടിക്കണ്ട, ഞാൻ ബില്ല് കൊടുത്തോളാം എന്ന് പറഞ്ഞു കേട്ടോ. എന്തോ എനിക്ക് ഭയങ്കര സന്തോഷമായി അങ്ങനെ പറഞ്ഞപ്പോൾ. കാരണം എനിക്കിപ്പോൾ അഫോർഡ് ചെയ്യാൻ പറ്റൂ ഇതല്ല. അങ്ങനെ അതിൻ്റെ കാര്യങ്ങളും എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ സ്കൂട്ടിയിലാണ് പോകുന്നതുകൊണ്ട് നമ്മുടെ കവർ പ്രത്യേകം എടുത്തില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് സെപ്പറേറ്റ് 18 രൂപ കൊടുത്ത് നമ്മൾ കവറും കൂടെ വാങ്ങിച്ചു. എന്തോ ചെയ്യും, അവരുടെ കയ്യിലുണ്ടോന്ന് ചോദിച്ചു. 18 രൂപ വാങ്ങിക്കണം. സ്കൂട്ടിയിലായിരിക്കത്തില്ല. എന്നാ 18. നമ്മൾ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങി. നമ്മളിനി എങ്ങോട്ടാ പോകുന്നത് അമ്മ? നമ്മളിനി വീട്ടിലേക്കാ പോകുന്നത് കേട്ടോ. നമ്മള് സ്കൂട്ടിയിലായോണ്ട് ക്യാരി ബാഗ് വാങ്ങിക്കേണ്ടി വന്നു. അപ്പം നമ്മൾ ഇനി ഇതെല്ലാം കൂടെ പൊക്കിക്കൊണ്ട് വീട്ടിലോട്ട് പോകും. എല്ലാം നമ്മൾ ഫ്രണ്ടിൽ വെച്ചു. അമ്മയുടെ കൊച്ചി ബാഗ് ഞാൻ പറഞ്ഞതായി വലിയ ബാഗ് എടുത്താൽ മതി, മറ്റേ എടുക്കണ്ടെന്ന്. ഇനി അത് നമുക്ക് ഇതിനകത്ത് വയ്ക്കാം. പോകുന്ന വഴി പെട്രോളും അടിച്ച് വീട്ടിൽ പോയാൽ മതിയോ? ഓക്കെ, വീട്ടിൽ പോവാം. അപ്പം നമുക്കിനി നേരെ പെട്രോൾ അടിച്ചിട്ട് നമ്മുടെ വീട്ടിലേക്ക് പോവാം. അങ്ങനെ നമ്മൾ പെട്രോൾ അടിക്കാൻ കയറിയെടുത്ത് അപ്പുക്കുട്ടന് പെട്രോൾ ഒഴിക്കുന്നത് എവിടെയാണെന്ന് കാണണമെന്ന് പറഞ്ഞിട്ട് അവൻ വന്ന് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ അതെല്ലാം അടിച്ചു കഴിഞ്ഞ് നമ്മൾ നേരെ പറന്ന് വീട്ടിലോട്ട് കൊണ്ടുപോയി വണ്ടിയൊക്കെ തിരിച്ചു കൊണ്ട് വെച്ച് കൊടുത്തു. അങ്ങോട്ട് ഇറങ്ങും, ഗേറ്റ് അടയ്ക്കട്ടെ, ഗേറ്റ് അടയ്ക്കട്ടെന്ന്. അപ്പം നമ്മൾ വന്നു, വണ്ടിയൊക്കെ വച്ചു. ഇനി വീട്ടിൽ ചെന്ന് കഥ തുറക്കട്ടെ. അയ്യപ്പ കുഴഞ്ഞു. ബോബി ചേട്ടനും കൊടുക്കണം. ഞാനിപ്പോൾ ബോബി ചേട്ടനെ ഫോൺ വിളിക്കാം. ഇപ്പോൾ ബോബി ചേട്ടൻ വരും കേട്ടോ. കുഞ്ഞിത്താക്കല്ല. എന്തുവാ വേണ്ട. സത്യം പറഞ്ഞാൽ എൻ്റെ വാച്ച് ഞാൻ തപ്പിയിട്ട് കണ്ടില്ല. അങ്ങനെ സീച്ചേട്ടൻ്റെ വാച്ച് എടുത്ത് ഇട്ടുകൊണ്ടാണ് പോയത്. ഇനി അതുപോലെ അത് തിരിച്ച് അവിടെ തന്നെ കൊണ്ട് വെച്ചേക്കട്ടെ. ഓക്കെ, ഇനി നമുക്ക് വാങ്ങിച്ച സാധനങ്ങളെല്ലാം എടുത്ത് ഫ്രിഡ്ജിലൊക്കെ വെക്കാം. ബീഫൊക്കെ വാങ്ങിച്ചിട്ടില്ലയോ, അതെടുത്ത് ഫ്രിഡ്ജിൽ വെക്കാം. ഒരു പെൻസിൽ എടുത്തിട്ട് ബാക്കിയെല്ലാം അമ്മയ്ക്ക് ഇങ്ങ് തിരിച്ചതാ കേട്ടോ. ആ, അമ്മ കയറ്റി വെച്ചോളാം. ഞാൻ എന്തിനാ എടുക്കുന്നത്? ഞാൻ സൂക്ഷിച്ചു വെച്ചോളാം. മോൻ അവിടെ വയ്ക്ക്. ഓക്കെ, സന്തോഷായോ? അമ്മ ബോബി ചേട്ടനെ വിളിക്കട്ടെ. കഴിച്ചോ? നമ്മള് പർച്ചേസിങ് എല്ലാം കഴിഞ്ഞ് വന്ന് എന്നിട്ട് മിണ്ടാതിരി. നമ്മളിത് കുടിച്ചിട്ടുണ്ടല്ലോ. അമ്മ ഇത് കുടിച്ചിട്ടില്ല. ഓ, എന്താ അമ്മ മുട്ടിയൊക്കെ ഫ്രണ്ടിലോട്ടിട്ട് കാണിക്കുന്നേ? അപ്പൊ അമ്മ ഇത് കുടിച്ചിട്ടില്ല കേട്ടോ. അപ്പൊ ഞാൻ ഇന്ന് പോയപ്പോഴും കണ്ടു കേട്ടോ. ഇത് ഒരുപാട് പേരെന്നോട് ചോദിച്ചത് എന്തോ പേരെന്ന്. ബാൾ ഗ്രേപ്സ് ജ്യൂസ്. അപ്പൂന് ഇതിന്റെ അകത്ത് ഗ്രേപ്സ് ഇഷ്ടമല്ല.
ഗ്രേപ്സ് എങ്ങനെയുണ്ട്? ചവച്ചില്ലേ? ഇനി തരത്തില്ല. എണീറ്റ് പോ. ഇനി തരത്തില്ല. എണീറ്റ് പോക്കോ. എങ്ങനെയുണ്ട്? ഒരു വാ കൊടുത്തതാ എന്റെ പൊന്നി. ഇത്രയും അങ്ങ് തീർത്ത്. ഒരു പച്ച ലേസ് ആണോ തരാം. സൂപ്പറാകും. ഇതുപോലെ ലോക്ക് ചെയ്തിട്ടുണ്ട്. ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചാ ഒരു പച്ച ലേസ് തരാം. എന്നാ തിന്നോ. പച്ച ലേസ് എന്നാ തിന്നോ. അല്ലെങ്കിൽ ബ്ലൂ ലൈസാ. ബ്ലൂ ലേസ് തിന്നോ. തിന്നോ തിന്നോ. അങ്ങനെ അമ്മയ്ക്ക് വടാപ്പാവ് വാങ്ങിച്ചില്ലേ നമ്മള്. അപ്പൊ അതെങ്ങനെ അമ്മേ അപ്പൊ വടാപ്പാവ് എങ്ങനെ ഉണ്ടെന്ന് അമ്മ കഴിച്ചു നോക്കിയിട്ട് ഇപ്പൊ പറയും അമ്മയുടെ ബോംബെ കിട്ടുന്ന രീതിയിലത്തെ വടാപ്പാവാണോ എന്ന്. പിന്നെ ബോബിക്കുട്ടന് നമ്മള് മറ്റേ ഈ സാധനം ബോബി അപ്പം കൂടെ ഷെയർ ചെയ്താ കഴിക്കുന്നേ. അപ്പൊ അമ്മയുടെ വടാപ്പാവ് ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ വടാപ്പാവ്. അങ്ങനെ അമ്മ ഇത്രയും നാള് പറഞ്ഞുകൊണ്ടിരുന്ന അമ്മയുടെ വടാപ്പാവ് ഇതാ അമ്മയുടെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. എങ്ങനെ ഉണ്ടെന്നോ കടിക്ക്. അയ്യേ ബോംബെയിലെ വടാപ്പാവിന്റെ അത്രയും പറ്റില്ല. അതിവിടെ കിട്ടത്തില്ല എന്തായാലും. കൊള്ളാം. കിഴങ്ങ് നടുക്ക് വെച്ചൊക്കെ തിന്നാ മതി വടാപ്പാവ്. പല്ലിന്റെ ഇടയിൽ കിഴങ്ങ് വെച്ച്. അതല്ല വടാപ്പാവ്. ഇത് വടാപ്പാവെന്ന് ഇങ്ങനെ പറയാനേ ഉള്ളൂ. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കിഴങ്ങ് ഇഷ്ടമേ അല്ല. അപ്പൊ ഓക്കെ. നല്ല എരിയുണ്ട്. ലേസ് ബോബി ചേട്ടനും കൂടെ വാങ്ങിച്ചേ. കൊടുത്തോ ഇല്ലെങ്കിൽ 50 രൂപയുടെ ലേസ് അമ്മ വാങ്ങി തരത്തില്ല. കാരണം അത്രയും ലേസ് ഒന്നും രണ്ടുപേരോട് ഷെയർ ചെയ്ത് കഴിച്ചോ. ചെല്ല ആ സോഫയിൽ പോയിരുന്ന് കഴിക്ക്. ചെല്ല് ബോബി അവിടെ ചെന്നിരുന്ന് കഴിക്കും. ഓക്കെ എന്നിട്ട് രണ്ടുപേരോട്ടിരുന്ന് കഴി. പഠിക്കുമായിരുന്നോ ബോബി? അത് നടുക്ക് വെക്കടാ. അവരവർക്ക് ആവശ്യമുള്ളത് അവരവർ എടുത്ത് വന്നോളും. ഓ നീ എടുത്ത് കൊടുക്കണ്ട. നിനക്ക് വടാപ്പാവ് ഇഷ്ടമാണോ? ബണ്ണിന്റെ അകത്ത് കിഴങ്ങിരിക്കുന്നു. കൂടങ്ങ് കീറ് ബോബി. ഒന്ന് അടുക്കൂടെ കയറ്. ഹലോ ഗുഡ് മോർണിംഗ്. അപ്പൊ രാവിലെ കുറച്ച് നേരത്തെ എണീറ്റിട്ടുണ്ട്. നേരത്തെ ഒന്നും അല്ല, 6:30 ആയിട്ടുണ്ട് കേട്ടോ. കാരണം അമ്മ ഉണ്ടായതുകൊണ്ട് എനിക്കിത് നേരത്തെയാണ്. അല്ലെങ്കിൽ ഞാൻ ഇതിലും താമസിച്ചേ എണീക്കത്തുള്ളൂ. അപ്പോൾ എന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെടിക്കെല്ലാം വെള്ളം ഒഴിക്കണം. വെയിൽ തെളിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല ചൂടും കൊണ്ട്. ഇപ്പോഴത്തെ ചൂടാണെന്നറിയോ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നേരത്തെ വെള്ളം ഒഴിക്കണമെന്ന്. ഇന്നലെ മഴയുണ്ടായതുകൊണ്ട് എന്തുവാ വെള്ളം ഒഴിക്കേണ്ടി വന്നില്ല പുറത്തൊന്നും. പക്ഷെ ഇന്ന് മഴയൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് വേഗം പോയി നമുക്ക് പൈപ്പ് എടുത്ത് വെള്ളം ഒഴിക്കാൻ വേണ്ടി നിൽക്കാം. കടയിലൊക്കെ പോയിട്ട് വന്നിട്ട് നല്ല പോലെ കിടന്ന് ഉറങ്ങി കേട്ടോ. ഉറങ്ങിക്കഴിഞ്ഞ് വേഗം കിടന്ന് ഉറങ്ങി ഇന്നലെ കേട്ടോ. കാറ്റ് കണ്ണിലടിച്ചോണ്ടായിരിക്കും. നാളെ തൊട്ട് കാറ്റ് കുറച്ച് കണ്ണിലടിക്കണം, ഇല്ലെങ്കിൽ ഉറങ്ങാൻ നല്ല താമസം എടുക്കുന്നു. എന്തായാലും പെട്ടെന്ന് കിടന്ന് ഉറങ്ങി. എന്നിട്ട് രാവിലെ ഇപ്പോൾ ഒരു 6:30 ആയിട്ടുണ്ട്. 6:30 ആയപ്പോൾ ഞാൻ എന്താ ചെയ്യാനാന്ന് വെച്ചാൽ ചെടിക്ക് വെള്ളം ഒഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ആ മിറ്റമൊക്കെ കിടക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞല്ലോ. ആ തേക്കല ഫുള്ള് പൊടിഞ്ഞു വരും. ആദ്യം തൂത്തിട്ടാ സാധാരണ ഞാൻ വെള്ളം ഒഴിക്കാറുള്ളത്. പക്ഷെ ഇന്ന് ഞാൻ വെള്ളം ഒഴിച്ചിട്ടേ തൂക്കുന്നുള്ളൂ എന്ന് വിചാരിച്ച് അതുകൊണ്ട് വേഗം പോയി ഓസൊക്കെ എടുത്തോണ്ട് വരാം. പണ്ട് ചെറുതായിട്ടിരിക്കുമ്പോൾ വെള്ളത്തിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ താഴെ ആ ഒരു തോടുണ്ടല്ലേ, ആ തോട്ടിൽ അച്ഛനും അമ്മയും കുളിക്കാൻ വിടില്ല. അവരവിടെ ഇല്ലാത്തപ്പോൾ ഞാനും അനന്തയും കൂടെ ചാക്കിട്ടിട്ട് ഞങ്ങൾ അവിടെ പോയി മീൻ പിടിക്കും, വെള്ളത്തിൽ കിടന്ന് ഉരുണ്ട് മറിയുകയും ഒക്കെ ചെയ്യും കേട്ടോ. അങ്ങനത്തേക്ക് ഒരു കാലം. പക്ഷേ ഇപ്പോൾ ഇറങ്ങാൻ പറഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങി മീൻ പിടിക്കത്തുള്ളായിരിക്കും, പക്ഷെ കുളിക്കാനൊന്നും നിൽക്കില്ല കേട്ടോ.
അതുപോലെ വെള്ളം അത്ര രസമില്ല കേട്ടോ. കനാലൊക്കെ തുറന്നു വിട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് വെള്ളം വരും, സൂപ്പറായിരിക്കും. പക്ഷേ ഇപ്പോൾ അതല്ല, വലിയ സുഖമൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ഈ കാലിൽ വെള്ളം വീഴുന്നത് എനിക്ക് അത്ര സുഖമുള്ള ഏർപ്പാടല്ല. കാരണം ഇതുപോലെ പാൻറ്റ് വലുതായിട്ട് ഇട്ടേക്കുന്നുണ്ടെങ്കിൽ, വലിയ ചെറിയ പാൻറ്റ് വല്ലതും ആയിരുന്നെങ്കിൽ കുഴപ്പമൊന്നുമില്ല, കാലെപ്പോഴും ഞാൻ നനച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ നമ്മുടെ കാലെപ്പോഴും നനയ്ക്കുന്നത് നല്ലതല്ല എന്നുള്ള സത്യം ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. കാലും കൈയൊന്നും നമ്മൾ എപ്പോഴും ഇങ്ങനെ വാഷ് ചെയ്തുകൊണ്ടിരിക്കരുത് കേട്ടോ, ഡ്രൈ ആയിപ്പോവും. അങ്ങനെ ഞാൻ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിക്കുമ്പോൾ എനിക്കൊരു സ്വഭാവമുണ്ട്, ഞാൻ അതുങ്ങളെ അങ്ങ് കുളിപ്പിക്കും. അതായത് അവർ പുറത്ത് നിൽക്കുവാണെങ്കിൽ അവരെങ്ങനെയാണോ മഴ പെയ്യുമ്പോൾ കുളിപ്പിക്കുന്നത്, അതുപോലെ ഞാൻ ചെടികളെ എല്ലാം കുളിപ്പിക്കും കേട്ടോ. പിന്നെ ഈ അപ്പുറത്തെ വീട്ടിലെ ചെടി അരിവത്തെങ്ങാനും നിൽപ്പുണ്ടെങ്കിൽ അതിൻ്റെ വാടി നിൽക്കുവാണെങ്കിൽ ഞാൻ അതിനും വെള്ളം ഒഴിച്ച് കൊടുക്കും. അങ്ങനെ ആ സൈഡിലെ വെള്ളം എല്ലാം ഒഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ തെങ്ങിനെയൊക്കെ കുളിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി. തെങ്ങിൻ്റെ മണ്ടയ്ക്കോട്ടൊക്കെ വെള്ളം ഒഴിക്കുന്നതിന് ചേട്ടൻ എന്നെ വഴക്ക് പറയും, ഇങ്ങനൊന്നും ഒഴിക്കരുത്, മാവിനെ മൊത്തത്തിൽ കുളിപ്പിക്കരുത്, മാവിനൊക്കെ ടെൻഷൻ കൊടുക്കണമെന്നാണ് ചേട്ടൻ പറയുന്നത്, എന്നാലേ അതൊക്കെ നന്നായിട്ട് പൂക്കത്തുള്ളത്രേ. പക്ഷേ എനിക്ക് തോന്നും, അയ്യോ അതിന് വിഷമമായാലോ, അതുകൊണ്ട് കുറച്ചുകൂടെ വെള്ളം കൊടുക്കാൻ, ദാഹിച്ചാലോ, ഇങ്ങനെയുള്ള സൈക്കോ സ്വഭാവങ്ങളൊക്കെ എനിക്കുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ നിറയെ വെള്ളം ഒഴിച്ച് കൊടുക്കും. അങ്ങനെ വെള്ളം ഒഴിച്ചുകൊണ്ടൊക്കെ നിന്നപ്പോഴാണ് നമ്മുടെ അപ്പുക്കുട്ടൻ്റെ വിളി വന്നത്. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഉടനെ അമ്മയുടെ അടുത്തോട്ട് വരും. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഉടനെ എൻ്റെ അടുത്തോട്ട് വരും. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഉടനെ അമ്മയെ കാണണം അല്ലേ? ഇന്നലെ ഇട്ടോണ്ട് പോയ ഡ്രസ്സൊന്നും മാറാതെ കിടന്നങ്ങ് ഉറങ്ങി. അവിടെ നോക്കിയേ, ഗുഡ് മോർണിംഗ് പറഞ്ഞേ, ഗുഡ് മോർണിംഗ് പറഞ്ഞേ അവിടെ നോക്കി. ഗുഡ് മോർണിംഗ്. അപ്പു എണീറ്റ് വന്നപ്പോഴത്തേന് അമ്മ വെള്ളം ഒഴിക്കൽ ഏറ്റുവാങ്ങി കേട്ടോ. അമ്മ ഇപ്പോൾ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുക എല്ലാത്തിനും. ഇനി ഈ സൈഡും പിന്നെ അപ്പുറത്തെ സൈഡിലോട്ട് ഈ പൈപ്പ് അങ്ങോട്ട് എത്തത്തില്ല, അതുകൊണ്ട് അവിടുത്തെ പൈപ്പിൽ വേറെ റോസ് കണക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് മറ്റേതും എടുക്കാൻ പറ്റും. അപ്പം ഇറ്റരിയോ ഒല്ലു അല്ലേടാ? എൻ്റെ ഭാവിയൊന്ന് നോക്കി, കുഞ്ഞാവയാണോ? കുഞ്ഞാവയാണോ ഇത്? ഓക്കെ, പൊക്കോ, അമ്മൂമ്മയുടെ കൂടെ പൊക്കോ. അമ്മ വെള്ളം ഒഴിച്ചിട്ട് ഓടി വരാൻ കമ്പനിയേ. ഇതാണ് എൻ്റെ കുഞ്ഞു കരിയാപ്പില, കണ്ട? ഇതൊരു കുഞ്ഞു കരിയാപ്പില് കാന്താരിമുളകൊക്കെ പിടിച്ചിരിക്കുന്നത് കണ്ട? ആ, എവിടാ മുട്ട പൊളിക്കുന്നേ? ആഹാ, പൊളിച്ചാ നോക്കട്ടെ. എൻ്റെ കുഞ്ഞെല്ലാം അറിയാം. കുഞ്ഞു മുട്ട പൊളിക്കുന്ന കണ്ടോ? ആരെ പഠിപ്പിച്ചേ? അമ്മൂമ്മയാണോ പഠിപ്പിച്ചേ? ഓക്കെ ഓക്കെ, അടിപൊളി അപ്പുക്കുട്ട, മിടുക്കൻ കേട്ടോ. ഒരു തട്ട് കൊടുക്ക എവിടെങ്കിലും. പൊട്ടിയാ? അപ്പക്കുട്ടൻ അവിടെ നിന്ന് മുട്ട പൊളിക്കുന്നു, അമ്മക്കുട്ടി പൂരി ഉണ്ടാക്കുന്നു. അമ്മ വന്നു കഴിഞ്ഞാൽ അപ്പൂന് എപ്പോഴും പൂരി ഉണ്ടാക്കി കൊടുക്കും അല്ലേ അമ്മ? ഇപ്പൊ പറയാമ ഞാൻ ഉണ്ടാക്കി കൊടുക്കത്തില്ലെന്ന്. ഉണ്ടാക്കി കൊടുക്കില്ല, അതുപോലെ തന്നെ അവിടെ ഇരിക്കുക ഗോതമ്പ്. അമ്മ വരുമ്പോ ഫുൾ ഡേ അപ്പൂന് പൂരിയാണ് സ്കൂളിൽ കൊടുത്തു വിടുന്നത്. സ്റ്റാറോ? ആ, എന്തിനാ ഇളക്കി കളഞ്ഞേ? അമ്മ സന്തോഷിക്കാൻ വേണ്ടി മോന് സ്റ്റാർ ഉണ്ടായിരുന്നോ? അയ്യോ, പിന്നെന്തോ പറ്റി? അതൊന്നും സാരമില്ല കേട്ടോ. എന്റെ അപ്പക്കുട്ട മുട്ടയൊക്കെ പൊളിക്കുന്നുണ്ടാ? അതുപോലെ മിടുക്ക കുട്ടനാ. ഇപ്പൊ ഇത് മുട്ട മസാല ഉണ്ടാക്കി തരാനല്ലേ അപ്പു? അപ്പൊ ഇനി മുട്ട മസാല ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ മുട്ട മസാല ഉണ്ടാക്കാനാണ് അപ്പുക്കുട്ടൻ മുട്ട പൊളിക്കുന്നത്. ചോറ് മാത്രമേ ഇഷ്ടമില്ലാത്തുള്ളൂ. അപ്പൊ ഒരു ചോറ് തിന്നുന്ന ഒട്ടും ഇഷ്ടമല്ല. സ്കൂളിലേക്ക് ചോറ് വെക്കുമ്പോഴും അമ്മയെ തൈര് മാത്രമേ വെക്കാവേ, അച്ചാർ മാത്രമേ വെക്കാവേ എന്നും പറഞ്ഞ് അടുത്ത് നിൽക്കും. ഇതാർക്കെങ്കിലും അറിയാവാ?
ഇതൊരു ചെടിയുടെ ഇലയാ. ഇത് എത്ര നമ്മൾ കായ ഇതാ ഇതിന്റെ അകത്ത് അതിന്റെ കായ ഇരിക്കുന്നത്. ഇത് എത്ര കറക്കി വിട്ടാലും അത് എന്തോ പോലെ കറങ്ങും. അത് നോക്കിക്കോ. എന്തിയടാ? അയ്യോ അമ്മ കണ്ടില്ല. ഒന്നുകൂടെ. കറങ്ങി കറങ്ങി ഹെലികോപ്റ്റർ പോലെ വീഴും അത്. അങ്ങനെ ആ ഇല കൊണ്ട് കുറേ നേരം കളിച്ചു കഴിഞ്ഞിട്ട് അപ്പുക്കുട്ടന് മുട്ട മസാല ഉണ്ടാക്കുക കേട്ടോ. അപ്പം ഞാൻ മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പും ഒക്കെ ഇട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. അത് കഴിഞ്ഞപ്പോഴത്തേന് അപ്പുക്കുട്ടൻ ഓരോ മുട്ടയായിട്ട് അതിൽ പറക്കിയിട്ട് കേട്ടോ. അവൻ ഇതുപോലെ കുക്ക് ചെയ്യുമ്പോൾ അടുത്ത് വന്ന് എന്തെങ്കിലുമൊക്കെ എനിക്ക് സഹായിച്ചു തരുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അത് അപ്പുക്കുട്ടന് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ അതെല്ലാം ഇട്ടിട്ട് ഞാനത് നന്നാക്കി ഇളക്കി കൊടുത്ത് അത് സെറ്റായി കഴിഞ്ഞപ്പോൾ അത് ഓഫ് ചെയ്ത് കേട്ടോ. പിന്നെ അപ്പുക്കുട്ടന് പൂരിയും മുട്ട മസാലയും കൂടെ അമ്മയാണ് വാരി കൊടുത്തത്. അവൻ്റെ പുറകെ നടന്ന് വാരി കൊടുത്തു കേട്ടോ. കുറച്ച് താമസമാണ് അപ്പുക്കുട്ടന് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട്. സ്കൂളിൽ ഇപ്പോൾ റെഡിയായോ? അപ്പുക്കുട്ടാ സ്കൂളിൽ പോവാൻ റെഡിയായോ? ഇന്ന് പുതിയ പെൻസിൽ ആരെ കാണിക്കും? ദിയാന് കൊടുക്കുവോ ഒരെണ്ണം? ദിയാൻ ചോദിച്ചാ ദിയാൻ ഒരെണ്ണം കൊടുക്കുവോ? കൊടുക്കൂലേ? അതെന്താ? ദിയാന്റെ പെൻസിൽ മോന് തന്നില്ലേ? പിന്നെ ആരായിരുന്നു അപ്പുക്കുട്ടന് പെൻസിലൊക്കെ തരുന്നത്? ഇബാഗ് ചോദിച്ചാ കൊടുക്കുവോ? കൊടുക്കും. അപ്പൊ ഇബാഗ് എടാ സാധിക്കാൻ നിന്റെ പെൻസിൽ നല്ല രസമുണ്ടോ, ഒരെണ്ണം എനിക്ക് തരുമോന്ന് ചോദിച്ചാ കൊടുക്കുവോ? കൊടുക്കുവോ? ആണോ? അതിന് നിനക്ക് ഞാൻ എന്നും പെൻസിൽ ബോക്സിലിട്ട് വെക്കുമല്ലോ. അയ്യടാ റബ്ബറുള്ള പെൻസിലാണോ ഇഷ്ടം? ഇപ്പൊ സന്തോഷായില്ലേ? പപ്പുവിന് എത്ര പെൻസിലുണ്ട്? 4 അല്ലേ? 5 ഉണ്ടോ? ഓക്കെ. അപ്പു അതൊന്ന് പറഞ്ഞേ. മൈ നെയിം ഈസ് സാത്വിക്. അതാ 8 എണ്ണം ഉണ്ട്. അതൊന്ന് പറഞ്ഞേ. സാത്വിക്. My mother's my father's name is Sidwata. My mother's name is Jivarutuba. I am a boy. My name is I am a boy കഴിഞ്ഞു പിന്നെന്താ? I am a boy എന്നത് UKG. പറ അതെന്ത് എങ്ങനെ സെന്റൻസ്? I am in UKG. അടുത്തത് എന്തുവാ? I live in ഓക്കെ ഓക്കെ. മാല എങ്ങത്താ? ഇത് കിട്ടോണ്ടി എന്നാ നിന്നെ മിസ് ഓടിക്കും. അയ്യടാ. അപ്പൊ അമ്മ അപ്പുക്കുട്ടനെ കൊണ്ടുവിടാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. അമ്മ ടാറ്റതാ. അമ്മ എന്തിനാ ടാറ്റ വരുന്നേ? ഞാൻ അപ്പൂനോടല്ലേ ടാറ്റ തരാൻ പറഞ്ഞേ? ടാറ്റതാ ടാറ്റതാ ടാറ്റതാ. ഞാൻ അപ്പൂനോടല്ലേ ടാറ്റ തരാൻ പറഞ്ഞ? അമ്മ എന്തിനാ ടാറ്റ? രാജ്യം പറ്റിച്ച്. ഓക്കെ. ടാറ്റാ. അങ്ങനെ അപ്പുക്കുട്ടനെ ടാറ്റ ബൈ ബൈ സി യു ഒക്കെ പറഞ്ഞ് സ്കൂളിൽ വിട്ടു കേട്ടോ. ഇനി വൈകുന്നേരം വരെ ഈ വീട് ഉറങ്ങിക്കിടക്കും. ഇനി അവൻ വന്നാലേ ഇവിടെ ഒരു ഒച്ചപ്പാടും ബഹളവും ഒക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ കുഞ്ഞു വ്ലോഗ്. ഇനി നാളെ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ സി യു.